ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.25 സെന്റിമീറ്റർ, 3.25 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഇവിടെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് 3.25 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r അല്ലെ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണ്. അത് എത്രയാണ്? 6.5 സെന്റിമീറ്റർ. ആ 6.5 സെന്റിമീറ്റർ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 6.5 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 6.5 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി വരയ്ക്കുക എന്നുള്ളതാണ്. ആ ലൈനിന് 6.5 സെന്റിമീറ്റർ ഉള്ള ലൈനിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. എയിൽ ഞാൻ കോമ്പസ് വെക്കുന്നു. എയിൽ കോമ്പസ് വെച്ച ശേഷം ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. ABന്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു. മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെ ആർക്ക് വരയ്ക്കുന്നു. സിമിലർലി ബിയിൽ കോമ്പസ് വെക്കുന്നു. താഴെ ആർക്ക്, ഓക്കെ, മുകളിൽ ആർക്ക്. എയിൽ കോമ്പസ് വെക്കുന്നു. താഴെ ആർക്ക്, മുകളിൽ ആർക്ക്. ഓക്കെ, ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ്, ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും എൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ABയെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ. ഓക്കെ, എന്നിട്ട് ആ സെന്ററിൽ നിന്ന് A വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ റേഡിയസ്. സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ആ സർക്കിള് എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. AB ആണ് ഇവിടെ നിങ്ങളുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിന്റെ സെന്റർ O എന്ന് പറയുന്നത് ABയുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ABനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.